ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഡിസംബർ 13-ലേതാണ് അല്ലെ. നോക്കിയാലോ നമുക്ക്. നൊബേൽ ജേതാവ് ബിയാലാറ്റ്സ്കിയെ മോചിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ബെലറൂസ് ആണ് അല്ലെ. ഏതാണ്? നൊബേൽ ജേതാവ് ബിയാലാറ്റ്സ്കി അല്ലെ. ആരാണ് ബിയാലാറ്റ്സ്കിയെ മോചിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത്? ഏതാണ്? ബെലറൂസ്. ഓക്കെ. ഇനി 2022-ലാണ് ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്? 2022. അപ്പൊ നൊബേൽ ജേതാവ് ബിയാലാറ്റ്സ്കിയെ മോചിപ്പിച്ച രാജ്യം ബെലറൂസ്. 2022-ലാണ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് നോക്കാം. 2025 ഡിസംബറിൽ ഇന്ത്യ അടക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ തീരുവ ചുമത്തിയ രാജ്യം മെക്സിക്കോ ആണ്. 2025 ഡിസംബറിൽ ഇന്ത്യ അടക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് എത്ര? 50% വരെ തീരുവ ചുമത്തിയ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഏതാണ്? മെക്സിക്കോയാണ്. 2026-ൽ നടക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026-ൽ നടക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026-ലാണ് കേട്ടോ പ്രഥമ കോമൺവെൽത്ത് ഖോ-ഖോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അതിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. ഓക്കെ. ഏഷ്യയിലെ ആദ്യത്തെ പ്രൊട്ടക്റ്റഡ് റോയൽ ബേർഡ് സാങ്ച്വറിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ചരൈ ചുങ് ഫെസ്റ്റിവൽ. എന്താണ് ആ ഫെസ്റ്റിവലിന്റെ പേര്? ഈ ഫെസ്റ്റിവൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഏഷ്യയിലെ ആദ്യത്തെ പ്രൊട്ടക്റ്റഡ് റോയൽ ബേർഡ് സാങ്ച്വറിയെ പുനരുജ്ജീവിപ്പിക്കുക, ഈ ഒരു ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ചരൈ ചുങ് ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത്. എവിടെയാണ് നടക്കുന്നത്? അസ്സാമിലാണ്. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടന്ന 2025-ലെ പ്രസിഡന്റ്സ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ചാമ്പ്യനായ മലയാളി എന്ന് പറയുന്നത് നിഹാൽ സരിലാണ്. നിഹാൽ സരിലാണ് എവിടെ വെച്ച് നടക്കുന്ന? ഉസ്ബെക്കിസ്ഥാൻ. അത് ആലോചിച്ച് വെച്ചേക്കാട്ടോ. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടക്കുന്ന 2025-ലെ പ്രസിഡന്റ്സ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ചാമ്പ്യനായ മലയാളി ആരാണ്? നിഹാൽ സരില്. അടുത്തത്, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ സ്കീ ഡ്രാഗ് ലിഫ്റ്റ് നിലവിൽ വന്നത് ഗുൽമാർഗ്. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ് എന്ത് വന്നിട്ടുള്ളത്? ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ സ്കീ ഡ്രാഗ് ലിഫ്റ്റ്. ഏതാണ്? സ്കീ ഡ്രാഗ് ലിഫ്റ്റ്. കണ്ടോ? സ്കീ ഡ്രാഗ് ലിഫ്റ്റ് ഇതെന്താണ്? ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സ്കീ ഡ്രാഗ് ലിഫ്റ്റ് ആണ് നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗ് ആണ്. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസിന് പരിശീലനം നൽകുന്നതിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? ബോധ്യം പദ്ധതി. എന്താണ്? കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസിന് അല്ലെ, ആർക്കാ പരിശീലനം നൽകുന്നത്? പോലീസിന് പരിശീലനം നൽകുന്ന സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ബോധ്യം പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഇന്ത്യൻ സംസ്കാരം അല്ലെ, അതിന്റെ വൈവിധ്യം ബഹുസ്വരത ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ വേദി കൊച്ചിയാണ്. ഓക്കെ. ഇനി നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കരുത്? ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. എന്താണ് നിങ്ങളുടെ ലൈക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ഞാനങ്ങനെ ക്ലാസ് ഇടുക ലൈക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വ്യൂസ് ഉണ്ട് പക്ഷേ ലൈക്ക് ഇല്ല എന്ന് കാണുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും? മടുപ്പ് വരും ക്ലാസ് ഇടാനായിട്ട്. ഓക്കെ. അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എന്നെയും കൂടെ മോട്ടിവേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. ഇനി UAE-യുടെ ബഹിരാകാശ ദൗത്യത്തിനായി തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ HEX-20 എന്ന സ്റ്റാർട്ടപ്പ് നിർമ്മിക്കുന്ന ലാൻഡർ ലക്ഷ്യമിടുന്ന പ്രധാന ഉൽക്ക ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും? ജസ്റ്റിറ്റിയ അല്ലെ. ജസ്റ്റിറ്റിയ എന്ന് പറയുമ്പോൾ UAE-യുടെ ബഹിരാകാശ ദൗത്യത്തിനായി തിരുവനന്തപുരം എന്താണ്? തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ HEX-20 കേട്ടോ. HEX-20 എന്ന സ്റ്റാർട്ടപ്പ് നിർമ്മിക്കുന്ന ലാൻഡർ ലക്ഷ്യമിടുന്ന പ്രധാന ഉൽക്കയാണ് ഏതെന്ന് പറയുന്നത്? ജസ്റ്റിറ്റിയ അല്ലെ. ഏതാണ്? ജസ്റ്റിറ്റിയയാണ്. ഓക്കെ ആണല്ലോ. ഇനി കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്തിന്റെ കീഴിലാണ്? കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ
2025 നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് സംസ്ഥാനം? ആന്ധ്രാപ്രദേശ് ആണ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ 2025 നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ തന്നിട്ടുള്ളത്. 11:30 എക്സാം ഉണ്ടാവും. എല്ലാവരും പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ.